ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധിയുടെ ചോരുന്ന വീട്, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച. രേണു സുധിക്ക് സൗജന്യമായിട്ട് ഒരാൾ വെച്ചു കൊടുത്ത വീടാണ്. ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ സുധിയുടെ മരണത്തിന് ശേഷം രേണു സുധിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരു വീട് വെച്ച് നൽകിയത്. ആ വീട് ഇപ്പോൾ ചോരുന്നു എന്നാണ് രേണു സുധി പറയുന്നത്. അവർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുധി. രേണു സുധി എന്ത് പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകും. ഇൻഫ്ലുവൻസർമാരുടെ ഒരു അന്നം തന്നെയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ സ്ത്രീയെ കുറിച്ച് ഒരു വീഡിയോയും എന്റെ ചാനലിൽ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. തനിക്ക് ദാനമായിട്ട് ലഭിച്ച വീട് ചോരുന്നു എന്നുള്ളൊരു പരസ്യ പ്രസ്താവന സോഷ്യൽ മീഡിയ വഴി നടത്തിയതോടുകൂടി ആ ഒരു പ്രസ്താവന പലരെയും വേദനിപ്പിച്ചു. അതിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനുണ്ട്, ഫിറോസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനുണ്ട്. അദ്ദേഹമാണ് ഇവർക്ക് ഈ ഒരു വീട് സൗജന്യമായിട്ട് വെച്ചു കൊടുത്തത്. അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി, അതായത് ഫേസ്ബുക്ക് വഴി ഒരു പ്രസ്താവന ഇതിനെതിരെ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത്. രേണു സുധിയുടെ ഭാഗം പറഞ്ഞു, ആ വീട് ചോരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് വെച്ചു കൊടുത്ത ആള് അദ്ദേഹത്തിന്റെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ആ വീട് കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, അതൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിഞ്ഞ ഒരു വീടാണ്. നമുക്കറിയാം, ഈ കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയുന്ന അത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റൈലല്ല. അതായത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റൈലല്ല. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളിലൊക്കെയാണ് ആ സ്റ്റൈല് പണ്ടേ ഉണ്ടായിരുന്നത്. അത് കേരളത്തിലേക്ക് ആർക്കിടെക്റ്റുമാർ കൊണ്ടുവന്നതാണ്. ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് എത്ര പണം മുടക്കി കെട്ടിയതാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം വീഴും, ചോരും, ഇതുപോലെ വെള്ളം അകത്തേക്ക് ഉള്ളിലേക്ക് പിടിക്കും. അത്തരം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ ഈ ഒരു സ്റ്റൈലിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം വീടുകളിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ബാക്കിയോട് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷേ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണത്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആർക്കൊണ്ടേ ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടി അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാകുമ്പോഴത്തേനോട് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിമിക്രി കലാകാരനായിട്ടുള്ള സുധി, അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ കാണുകയും ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇടപെടുകയും അങ്ങനെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ രേണു സുധിക്കും അതോടൊപ്പം തന്നെ 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി വീട് ഇതുപോലെ വെച്ചു കൊടുത്തത്. സ്ഥലമൊക്കെ ഏറ്റെടുത്തത് ഒരു അച്ഛനാണ് സ്ഥലം കൊടുത്തത്. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി എന്ന് വെച്ചാൽ അത്രയധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത്, ദയവേത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ചയൊന്നുമില്ല. ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ തരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധിയുടെ വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുള്ളത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകളാണ്, ഒരുപാട് പെയിനുകളുണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ നമ്മളിനി ഒരു റിസ്കിനില്ല, ഒന്നുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരാണ്, മാസംഘടനകളാണ്. പുള്ളിയുടെ കേരളത്തിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീഡിയോ വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കരുത്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് പല സമയങ്ങളിലും ഈ ഒരു വീട് വെച്ച സമയത്ത് ഈ രേണു സുധിയുടെ ഭാഗത്ത് നിന്നും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവര് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നല്ലതുപോലെ തന്നെയാണ് ഈ വീട് വെച്ച് കൊടുത്തത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ആ വീട് കാണുന്ന സമയത്ത് അറിയാം വളരെ ഭംഗിയുള്ളൊരു വീടാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു വീട് ലഭിക്കുന്നത്. അത് ഒരുപാട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെയൊക്കെ കനുകൊണ്ടാണ് ഇത്തരൊരു വീട് നൽകിയത്. അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ രേണു സുധിയും 2 കുഞ്ഞുങ്ങളുമാണ് ഇതിനകത്ത് താമസിക്കുന്നത് എന്നുള്ള ധാരണയിലാണ് ഇവർ കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന രേണു സുധിയും കുടുംബമാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇതിനകത്ത് താമസിക്കുന്നില്ല. ഈ മൂത്ത മകൻ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വന്നൊരു ബ്ലോഗ്
ചെയ്തു. അത് വലിയ വിവാദത്തിലായി. അപ്പൊ രേണു സുധിയുടെ ചില ഉപകാരങ്ങൾ, അതായത് ചില സമ്മാനങ്ങളൊക്കെ കട്ടിലിന്റെ കീഴിൽ ചാക്കിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആ ഒരു ബ്ലോഗിനകത്ത് വരിക, അത് വലിയ വിവാദമാകുകയും വലിയ രീതിയിൽ ആ വീഡിയോ വൈറലായി തീരുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഇതിനെ ചർച്ച ചെയ്യുന്നത്, അതായത് ഈ രേണു സുധി തന്റെ വീട് ചോരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതും പിന്നീട് ഈ ഒരു വ്യവസായി നടത്തിയ പ്രസ്താവനയൊക്കെ വെച്ചിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രചരണമുണ്ട്. അതായത് ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതി. അതായത് ഇപ്പോൾ രേണു സുധി അത്യാവശ്യം വൈറലായ ഒരു താരമാണ്, അത്യാവശ്യം വരുമാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ അത് സ്വന്തമായിട്ട് പണം ചെലവാക്കി അത് പരിഹരിച്ച പോരെ ഇത്തരത്തില് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഈ രേണു സുധിയെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ആളാണ് ഇദ്ദേഹം. അതായത് ഇവിടെ സിനിമാ നടികൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ പബ്ലിസിറ്റി ആവശ്യമാണ്. അവർ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അപ്പൊ നമുക്കറിയാം പല ആളുകളെയും പ്രൊമോട്ട് ചെയ്യുന്നത് മെയിൻ സ്ട്രീം ചാനലുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചാനലുകളൊന്നും രേണു സുധിയെ പോലുള്ള ആളുകളെ ഒന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇവിടെ യൂട്യൂബേഴ്സ് ആണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് അവരുടെ വളർച്ചയ്ക്ക് അത് സഹായകരമാവുന്നുണ്ട്. ഇപ്പോൾ പരസ്യങ്ങളിലും അതുപോലുള്ള ഷോർട്ട് ഫിലിമുകളിലൊക്കെ ധാരാളമായിട്ട് ഇവർ അഭിനയിക്കുന്നുണ്ട്. അതുവഴി നല്ല വരുമാനം ഇവരുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ബുദ്ധിപരമായിട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ കാശുണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ രേണു സുധി നടത്തുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഈ മുളച്ചു വരുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും ഇത്തരം വിവാദ പ്രസ്താവനകളൊന്നും നടത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അതൊന്നും വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല. ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി അവരുടെ ഒരു ഫേസ് വാല്യൂവിന് കൂടുതലായിട്ടുള്ള ഒരു നേട്ടമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ തുടരെ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുകയും, അപ്പോൾ അത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു കൊടുത്ത ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അന്നേരം അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വിശദീകരണമായിട്ട് അവർ രംഗത്ത് വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് ചോരുന്നു എന്നുള്ള കാര്യം ഇവർ പറയുന്നതും അത് ഏറ്റെടുത്തതിന് ശേഷം അത് വെച്ചു കൊടുത്ത ആളുകളും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും ഇത്തരത്തിലുള്ള വിശദീകരണം നടത്തിയതും. അപ്പോൾ എനിക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു വിഷയത്തോട് കൂടി ഞാൻ എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും നിർത്തി എന്നുള്ള കാര്യം. അതായത് സഹായിക്കുക എന്നുള്ളത് അവരവരുടെ മനോധർമ്മം അനുസരിച്ചാണ്. വെളിയിൽ പറയാതെ, അതായത് ആരും അറിയാതെ, ഒരു മനുഷ്യനും അറിയാതെ ഈ സഹായങ്ങൾ വാഗ്ദാനം നൽകുകയും അതോടൊപ്പം തന്നെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അനവധി ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരാരും അവരുടെ പേര് വെളിയിൽ പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നടത്താനോ ഒന്നും അവർ തയ്യാറാവത്തില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയാതെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ധനസഹായം നൽകാറുണ്ട്. അവരാരും അവരുടെ പേര് വെളിയിൽ പറയാൻ വേണ്ടി പറയില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ പേര് വെളിയിൽ പറയുവാൻ വേണ്ടി പാടില്ല എന്ന്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. രേണു സുധിയുടെ ഈ ഒരു പ്രസ്താവനയും ഈ വീട് വെച്ചു കൊടുത്ത ആളുടെ പ്രസ്താവനയും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.